ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ ഒറ്റപ്പാലത്തിനടുത്ത് പാവുക്കോണം എന്ന പ്രദേശത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മളൊരു വാഷ് ബേസിൻ്റെ യൂണിറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കബോർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതും അതുപോലെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു വുഡൻ കളർ ഡിസൈനിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്, വുഡൻ വൈറ്റ് ഡിസൈനിൽ. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിന് ഫുള്ളായിട്ട് നമ്മൾ അലൂമിനിയത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കബോർഡിൻ്റെ സൈഡിൽ നമ്മൾ 2.5 സെക്ഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈന് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് 2.5 സെക്ഷനും അതുപോലെ അതിൽ 4 സെക്ഷനും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇതേപോലുള്ള വാഷ് ബേസിൻ യൂണിറ്റ് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 12, 13 അല്ലെങ്കിൽ 15 രൂപയോളം റേറ്റ് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിലും കുറച്ചും കൂടെ റേറ്റ് വരുന്നതാണ്. പക്ഷേ നല്ല മോഡലായിട്ടും അതുപോലെ ഒരുപാട് കാലം ഈട് നിൽക്കുന്ന ഒരു രീതിയിലുമാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ ചെയ്യണത്. അപ്പോൾ അത് വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അത് എത്ര കാലം യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ട് എന്താണെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിൽ കമൻ്റായിട്ട് അറിയിക്കുക, റെഡിമെയ്ഡ് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അതിലും കുറച്ചും കൂടെ റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് ലൈഫ് കിട്ടും. അതുപോലെ നല്ല മോഡലായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലുമാണ് ഈ മോഡലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ഒരു 2-3-4 മോഡല് വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിക്കുന്ന കബോർഡിനും ഏറ്റവും റേറ്റ് കമ്മിയുള്ളതും കൂടുതലുള്ളതും എല്ലാം ഉണ്ട്. അതേ മോഡൽ തന്നെ ഇതിലും നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാം, അതുപോലെ നല്ല മോഡലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 20,000 രൂപയോളം ചിലവ് വരും. വാഷ് ബേസിനും ഇതിൻ്റെ ഗ്രാനൈറ്റും എല്ലാം ഉൾപ്പെടെ. അതുപോലെ ഇതിലൊരു നമ്മൾ മിറർ കൊടുക്കുന്നുണ്ട്, അത് ടച്ച് മിററാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ടച്ച് മിററിന് തന്നെ ഒരു 4,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ ഹോൾസും പോളിഷിങ്ങും 3.2 ഗ്രാനൈറ്റാണ് വരിക. അപ്പോൾ ആ ഒരു ഗ്രാനൈറ്റിനും നമുക്ക് ഒരു 2,000 രൂപയോളം ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിന് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഏകദേശം ഒരു 3,000-3,500 രൂപ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ 20,000 രൂപയോളം ഇങ്ങനെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെ കുറച്ച് വർക്ക് വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ വർക്ക് കഴിഞ്ഞിട്ട് അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോറിലും അതേ സെയിം ഷീറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് PVC ലാമിനേറ്റ് ഷീറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ സിലിക്കോൺ അടിച്ചിട്ടാണ് ഈ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യണത്. അതുപോലെ ഇതിൻ്റെ പൈപ്പ്, വെള്ളത്തിൻ്റെ പൈപ്പ് വരുന്നതിന് നമുക്ക് 1 ഇഞ്ച് ഹോൾസും 1.25 ഹോൾസാണ് വരുന്നത്, 1 ഇഞ്ചല്ല. പിന്നെ നമ്മൾ 3-3 ചതുരാണ് നമ്മൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് പോണീൻ്റെ കട്ടിങ് എടുക്കുന്നത് ഗ്രാനൈറ്റിൽ.
ഇനി ഇതാണ് നമ്മൾ ടച്ച് മിറർ വരുന്നത്. ഇനി അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിങ് ആവും. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ആ ബർഗോള വരുന്ന ഭാഗത്ത് നമ്മൾ മൾട്ടിവുഡിൽ സൺമൈക്ക ഒട്ടിച്ചിട്ടാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ കുറച്ച് വർക്ക് മൾട്ടിവുഡിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സൺമൈക്ക ഒട്ടിച്ചിട്ട്. പിന്നെ കിച്ചൺ കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ യൂണിറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വ്യൂ. അപ്പോൾ നമുക്കിനി ഈ വീട്ടിൽ ബാക്കി ചെയ്ത വർക്കും കൂടി കണ്ടു നോക്കാം. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് മൾട്ടിവുഡിൻ്റെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ കയറി ചെല്ലുന്ന ഭാഗത്തുള്ള ഈ ഒരു ഭാഗം മൾട്ടിവുഡിൽ തന്നെ ചെയ്തതാണ്. പിന്നെ അതാ ഇവിടെ ഒരു കുറച്ച് ഭാഗം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സ്റ്റെയർ കേസ് കബോർഡാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ളൊരു ചോദ്യം ഈ വർക്കിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയണത് സ്ക്വയർ ഫീറ്റ് റേറ്റാണ് വരാറ്. അപ്പോൾ ഇത് നമ്മൾ ഫെറോ സ്ലാബൊക്കെ ചെയ്തിട്ട് ഫ്രണ്ടേജ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. അതല്ല ഓപ്പൺ സ്പേസിൽ നമ്മൾ ടോട്ടലായിട്ട് ബോക്സ് ടൈപ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു റേറ്റാണ് വരാറ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ഇതിൽ പല മെറ്റീരിയൽസാണ്. അപ്പോൾ ഓരോ മെറ്റീരിയൽസും ഓരോ ക്വാളിറ്റിയിലാണ് വരുന്നത്. അതിൻ്റെ ഷീറ്റായാലും അലുമിനിയത്തിൻ്റെ ഫ്രെയിം ആയാലും. അപ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് വേണം, അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിന് ഇത്ര റേറ്റ് ആവും എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടാണ് നമ്മൾ റേറ്റ് പറയാറ്. അപ്പോൾ ടോട്ടലായിട്ട് 2 ലക്ഷം രൂപക്കാണ് നമ്മൾ ഈ ഒരു വീട്ടിലെ ഫുൾ വർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മൾട്ടിവുഡിൻ്റെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ചെയ്ത വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ 2-3-4 ഡോറ് വരുന്നുണ്ട്. അതുപോലെ ബെഡ്റൂമിൻ്റെ ഫെറോ ഡോറ് വരുന്നുണ്ട് 2-3 എണ്ണം. അങ്ങനെ ഈ വീട്ടിൽ ചെയ്ത എല്ലാ വർക്കും ഉൾപ്പെടെയാണ് ഞാൻ ഈ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.